പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 22 ശനി. പ്രധാന വാർത്തകൾ. കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പറക്കാനൊരുങ്ങി ബജറ്റ് വിമാനമായ സലാം എയർ. 5 വർഷത്തെ വളർച്ചാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി 10 എയർബസ് A320 വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയതായി കമ്പനി അറിയിച്ചു. വിവിധ എയർക്രാഫ്റ്റ് ലീസിംഗ് കമ്പനികൾക്കാണ് ഓർഡർ നൽകിയതെന്നും സലാം വ്യക്തമാക്കി. 24.99 റിയാലുണ്ടോ? ഇപ്പോൾ നാടണയാം. അവധിക്കാല യാത്രകൾ കഴിഞ്ഞ് യാത്രക്കാരും കുറഞ്ഞതോടെയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകളുമായി വിമാന കമ്പനികൾ രംഗത്തെത്തിയത്. കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ ഒമാനിൽ നിന്നുള്ള സർവീസുകൾക്ക് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് നിലവിൽ ഈടാക്കുന്നത്. വരും ദിവസങ്ങളിൽ 24.99 ഒമാനി റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭ്യമാണ്. സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മുതൽ ഒമാൻ എയർ വരെ കുറഞ്ഞ നിരക്കുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സലാം എയർ വരുന്ന ദിവസങ്ങളിൽ 24.9 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഇതിൽ അനുവദിക്കുക. എന്നാൽ 7 കിലോ ഹാൻഡ് ബാഗേജും 20 കിലോ ബാഗേജും അനുവദിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് 27.4 റിയാലാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. കൊച്ചിയിലേക്ക് 29.2 റിയാലും തിരുവനന്തപുരത്തേക്ക് 36.228 റിയാലും കണ്ണൂരിലേക്ക് 35.8 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. ഇൻഡിഗോയും സർവീസുള്ള സെക്ടറുകളിലും സമാന നിരക്കുകൾ ടിക്കറ്റ് ലഭിക്കും. ഒമാൻ എയർ നിരക്കിലും നേരിയ തുക മാത്രമാണ് അധികമുള്ളത്. ഇന്ത്യയിലെ മറ്റു സെക്ടറുകളിലും കുറഞ്ഞ നിരക്കിൽ തന്നെ നിലവിൽ ടിക്കറ്റ് ലഭ്യമാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. കേരള സെക്ടറുകളിലേക്ക് കൂടുതൽ ബജറ്റ് വിമാനങ്ങൾ ലഭ്യമായത് ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ, ഇൻഡിഗോ എന്നീ വിമാന കമ്പനികൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കി യാത്രക്കാരെ ആകർഷിക്കാൻ വിമാന കമ്പനികളും ശ്രമിക്കുന്നു. ബജറ്റ് എയർലൈനുകൾ നൽകിവരുന്ന നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ വരും ആഴ്ചകളിലും തുടർന്നേക്കും. അവധിക്കാലം അവസാനിച്ചതോടെ പ്രവാസികൾ ഭൂരിഭാഗവും നേരത്തെ തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട്. ശൈത്യകാല യാത്രികർ ഇപ്പോഴുമുണ്ടെങ്കിലും വിമാനയാത്രക്കാരിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതും ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കി. എന്നാൽ യാത്രക്കാർ കുറഞ്ഞതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ചില സെക്ടറുകളിൽ സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. റംസാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ സീസണും തുടർന്നുള്ള മാസങ്ങളിലെ അവധിക്കാലവും എത്തുന്നതോടെ വീണ്ടും ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കും. ഇതിനാൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു വയ്ക്കുന്നവരും നിരവധിയാണ്. അതേസമയം നിലവിലെ സാഹചര്യം മുതലെടുത്ത് നാട്ടിലേക്ക് പോകുന്നവരും അവധി നേരത്തെയാക്കുന്നവരും പ്രവാസി മലയാളികളിലുണ്ട്. ഇത്തവണയും റംസാനിൽ ഒമാനിൽ ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ കാലാവസ്ഥ സുഖകരമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. നോമ്പ് സമയം 13 മണിക്കൂറിലധികമായിരിക്കും. അടുത്ത വർഷങ്ങളിലും റംസാൻ വ്രതാനുഷ്ഠാനം ശൈത്യകാലത്തായിരിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഈ വർഷത്തെ റംസാൻ മാസം ഫെബ്രുവരി 28 മാർച്ച് 1 പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ ഏകദേശം 13 മണിക്കൂറാണ് നോമ്പ് കാലയളവ്. അവസാനം അത് 12-40 മണിക്കൂറിലെത്തും. മാർച്ച് അവസാന ദിനങ്ങളിലാണ് ഈദുൽ ഫിത്തർ കണക്കാക്കുന്നത്. ഡ്രോൺ രജിസ്ട്രേഷന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംവിധാനിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായി സുൽത്താനേറ്റ്. ഒമാനിൽ ഡ്രോൺ ഉപയോഗിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നടപടികൾക്ക് സർബ് പ്ലാറ്റ്ഫോം അടുത്തിടെയാണ് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സർബ് ഡ്രോൺ ഉപയോഗത്തെ സുരക്ഷിതമാക്കുന്നു. വിനോദ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നവർ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇതുവഴി ലൈസൻസ് നേടാനും സാധിക്കും. ഡ്രോണുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും സർബ് പ്ലാറ്റ്ഫോമിലെ രജിസ്ട്രേഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതേസമയം ഒമാനിൽ വാണിജ്യ ആവശ്യങ്ങൾക്കോ സർക്കാർ പദ്ധതികൾക്കോ ഡ്രോണുകൾ ഉപയോഗിക്കുന്നവർ സിവിൽ ഏവിയേഷൻ വിഭാഗം അംഗീകരിച്ച ഏതെങ്കിലും ട്രെയിനിങ് സെന്ററുകളിൽ നിന്ന് UAS ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്ന് CAA നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. രാജ്യത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചാൽ 600 ഒമാനി റിയാൽ വരെ പിഴയെടുക്കേണ്ടി വരും.
ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പെർമിറ്റിന് ഫീസ് അടയ്ക്കണം. 25 റിയാൽ മുതൽ 500 റിയാൽ വരെയാണ് ഫീസ് നിരക്കെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ ചട്ടങ്ങളിൽ പറയുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ ഡ്രോണുകളോ അവയുടെ ഭാഗങ്ങളോ ഇറക്കുമതി ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ തുറന്നു. ഒമാൻ സ്റ്റാസുമായി സഹകരിച്ചാണ് എയർ കാർഗോ കെട്ടിടത്തിൽ EV ചാർജർ ഒരുക്കിയത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും 2050ഓടെ നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള വിമാനത്താവളത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ സംരംഭം. ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അംദി ഉദ്ഘാടന ചടങ്ങിൽ കാർമ്മികത്വം വഹിച്ചു. തലസ്ഥാന നഗരിയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന അൽ ഖുവൈർ മസ്കത്ത് ഡൗൺ ടൺ ആൻഡ് വാട്ടർ ഫ്രണ്ട് പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നതായും വർഷാവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതായും ഭവന നഗരാസൂത്രണ മന്ത്രാലയം അറിയിച്ചു. 1.3 കോടി US$ പദ്ധതിക്കായി ചെലവഴിക്കുക. സഹ ഹദീദ് ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത പദ്ധതി 3.3 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഒരുങ്ങുകയെന്ന് അധികൃതർ അറിയിച്ചു. 2020-ൽ ഒമാനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരിക്കുന്നത് സ്തനാർബുദമായിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട്. ആ വർഷം 277 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 10 ഇനം ക്യാൻസറുകളുടെ പേരാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും രോഗം നേരത്തെ തിരിച്ചറിയേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്തനാർബുദം കഴിഞ്ഞാൽ തൈറോയ്ഡ് ക്യാൻസറാണ് ഒമാനിൽ ഏറ്റവും ഉള്ളത്. ഇതേ വർഷം 243 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മൂത്രാശയത്തെ ബാധിക്കുന്ന അർബുദമാണ് 3ാം സ്ഥാനത്ത്. 234 പേർക്ക് ഇത് പിടിപെട്ടിരുന്നു. ഈ 3 ഇനം ക്യാൻസറുമാണ് ഒമാനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ദേശീയ സാംക്രമികേതര രോഗ സർവേയുടെ ഭാഗമായുള്ള ഫീൽഡ് വിസിറ്റിൽ നേരിട്ടെത്തി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് സാലിം അൽ മന്ദരിയും ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി ഡോക്ടർ ജിൻ ജബ്ബൂറും ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ഇവരെ അനുഗമിച്ചു. എല്ലാ ഗവർണറേറ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിലവിൽ സർവേയുടെ ആദ്യഘട്ടം നടത്തിവരികയാണ്. ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാവണം. റെസിഡൻഷ്യൽ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വീടുകളുടെ എണ്ണം കണക്കാക്കുന്നതിനും ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി വീടുകളിൽ QR കോഡ് സ്റ്റിക്കറുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ഭവന സന്ദർശനങ്ങൾ സർവേയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈസ് മജസ്റ്റി സുൽത്താൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കന്നിക്കിരീടം ചൂടി അൽ ഷബാബ് ക്ലബ്ബ്. ഇബ്ര സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ സീബ് ക്ലബിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് അൽ ഷബാബ് സ്വന്തമാക്കിയത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പ്രതിനിധി മന്ത്രിസഭാ കൗൺസിൽ സെക്രട്ടറി ജനറൽ ഷൈഖ് അൽ ഫാദിൽ ബിൻ മുഹമ്മദ് അൽ ഹാർത്തി ജേതാക്കൾക്ക് കിരീടം സമ്മാനിച്ചു. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച അൽ ഷബാബ് സീബ് പ്രതിരോധത്തെ പലപ്പോഴും വെള്ളം കുടിപ്പിച്ചു. തുടർച്ചയായ മുന്നേറ്റങ്ങളിലൂടെ സീബ് ക്ലബ് ഗോൾ മുഖത്ത് ഭീതി സൃഷ്ടിക്കാനും ഷബാബിന് സാധിച്ചു. അതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.